അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏർപ്പെട്ടുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് തഖ്വയുള്ള ആളുകളായി ജീവിക്കണം എന്നാദ്യമേ വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ചക്ക് ചരിത്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടതും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടതും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഫിർഔന്റെ അടുക്കലേക്ക് നിയോഗിക്കപ്പെടുകയും അവനെ പരിചയപ്പെടുത്തുന്നിടത്ത് ഒരുപാട് തർക്കങ്ങൾ നടക്കുകയും അല്ലാഹു ഉണ്ട് എന്നതിന് ഞാൻ തെളിവ് കാണിച്ചു തന്നാൽ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പം ഫിർഔൻ നീ അതൊന്ന് കാണിക്കുക എന്ന് പറയുകയും മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അമാനുഷിക കഴിവുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തപ്പം ഫിർഔൻ ഇത് ഒരു ജാലവിദ്യ മാത്രമാണല്ലോ, അത് മനുഷ്യന്മാർക്ക് പഠിച്ചുണ്ടാക്കാൻ പറ്റില്ല. ഇതുപോലെ ജാലവിദ്യ കാണിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു മത്സരം നടത്താം എന്ന് പറയുകയും ഒരു ദിവസം തീരുമാനിക്കുകയും ചെയ്തതായി ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. നിശ്ചിത ദിവസം ഫിർഔൻ ഒളിച്ചു വരുത്തിയ ജാലവിദ്യക്കാരും നാട്ടിലെ ആളുകളും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഒക്കെ ഒരുമിച്ച് കൂടുകയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് അവർക്ക് ഇടാനുള്ളതെല്ലാം ഇടാൻ പറയുകയും അവരവരുടെ വടികളും കയറുകളും എല്ലാം താഴെ ഇട്ടപ്പോ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അല്പമൊന്ന് പേടിച്ചു പോയി എന്നും പരിശുദ്ധ ഖുർആൻ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. അത്രയേറെ വിദഗ്ധരായ കഴിവിറ്റ ജാലവിദ്യക്കാരായിരുന്നു അവിടെ വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വടി താഴെ ഇടുകയും അത് പാമ്പായി മാറിയിട്ട് ജാലവിദ്യക്കാരുണ്ടാക്കിയതിനൊക്കെ വിഴുങ്ങിക്കളയുന്നതിനെ കുറിച്ചും ഖുർആൻ വളരെ കൃത്യമായിട്ട് നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് ആ ചരിത്രത്തിൽ നമ്മൾ അടിവരയിട്ട് വായിക്കേണ്ട ഒരു ഭാഗം സൂചിപ്പിക്കട്ടെ. ഈ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയിട്ട വടി പാമ്പായി മാറിയിട്ട് ജാലവിദ്യക്കാർ കെട്ടിച്ചവച്ചുണ്ടാക്കിയതിനൊക്കെ വിഴുങ്ങിക്കളഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്ന ജാലവിദ്യക്കാരായ ആളുകൾ ചെയ്ത പണിയെക്കുറിച്ച് ഖുർആൻ പറയുന്നത് എങ്ങനെയാണ്? ജാലവിദ്യക്കാരെ സുജൂദിൽ വീണിട്ട് പ്രഖ്യാപിച്ചു, ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ഞങ്ങൾക്ക് വിശ്വാസമായി ലോകരക്ഷിതാവിൽ റബ്ബി മൂസ വ ഹാറൂൻ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയും പരിചയപ്പെടുത്തുന്ന പടച്ചവനിൽ ഞങ്ങൾക്ക് വിശ്വാസമായി എന്ന് പ്രഖ്യാപിച്ചതായിട്ട് ഖുർആൻ നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇത് വളരെ കൃത്യമായ വിശ്വാസമായിരുന്നു എന്നുള്ളതാണ്. കേവലം നാവിന്റെ ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നില്ല അത്. ഈ ജാലവിദ്യക്കാരായ ആളുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഞങ്ങൾക്ക് പടച്ചവനിൽ വിശ്വാസമായി എന്നത് കേവലം ഒരു നാവിന്റെ പ്രഖ്യാപനമായിരുന്നില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് പടച്ചവനുണ്ട് എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ടുള്ള വിശ്വാസ പ്രഖ്യാപനമായിരുന്നു അത് എന്നുള്ളതാണ്. ഞാനിത് എങ്ങനെ പറയാൻ കാരണം പറയാമോ? ഈ ജാലവിദ്യക്കാരായ ആളുകൾ അവരിത് പഠിച്ചിട്ടുള്ള ആളുകളാണ്. അവർക്കറിയാം ജാലവിദ്യ എന്താണ് എന്ന്, അത് എവിടെ വരെ പോകും എന്നതും അത് പഠിച്ച ആളുകൾ എന്നുള്ള നിലക്ക് വളരെ കൃത്യമായിട്ട് അവർക്കറിയാം. ഒരുപക്ഷെ ചുറ്റുപാടും കൂടി നിൽക്കുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും മൂസ ഇപ്പൊ കാണിച്ചത് ജാലവിദ്യ അല്ല, ഒരു മനുഷ്യനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയ പണിയല്ല, ജാലവിദ്യ എന്തെന്നും ഞങ്ങൾക്കറിയാം എന്ന കൃത്യമായ ബോധമുള്ളവരാ അവര്. അതവർ പഠിച്ചവരാ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇത് ജാലവിദ്യ അല്ല, ഇതിന് പിന്നിൽ മറ്റൊരു ശക്തിയുണ്ട് എന്ന്. ഇത് കേവലം നാവിന്റെ പ്രഖ്യാപനമായിരുന്നില്ല, നേരെ മറിച്ച് മനസ്സിന്റെ പ്രഖ്യാപനമായിരുന്നു. പടച്ചവനുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നുള്ള പ്രഖ്യാപനമായിരുന്നു. ഞാൻ അപ്പാസമായിട്ടൊന്ന് ചോദിക്കട്ടെ, സാന്ദർഭികമായിട്ട്
നമ്മളും വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളാണ്, മുഅ്മിനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളാണ്. ഈ രൂപത്തിൽ പടച്ചവനുണ്ട് എന്ന വളരെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയാൻ നമുക്ക് സാധിക്കുക. അള്ളണ്ട് എന്ന് ഉറപ്പായതിന്റെ പേരിലാണോ നമ്മൾ ആമന്ന, ഞങ്ങളും വിശ്വാസികളായി, ഞങ്ങൾക്കും വിശ്വാസമായി പടച്ചോലിന്, മൂസയും ഹാറൂനും പറഞ്ഞിട്ടുള്ള ഈ പടച്ചോലിന് ഞങ്ങൾക്കും വിശ്വാസമായി എന്ന് ജാനവിദ്യക്കാർ പറഞ്ഞിട്ടുള്ള അതേ അർത്ഥത്തിൽ ഈമാൻ പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിച്ചു. അത് ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ ഒരു വഴി ഉണ്ടെന്ന് അറിയാമോ? ആമന എന്ന പദത്തിനൊരർത്ഥമുണ്ട്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു സൂറത്തിൽ ആമന എന്ന പദം വിശ്വസിച്ചു എന്നല്ലാതെ മറ്റൊരർത്ഥത്തിൽ വന്നിട്ടുണ്ട്. ഈരാഫി ഖുറൈശ് إلههم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഭയത്തിൽ നിന്ന് അവർക്ക് നിർഭയത്വം നൽകിയ പടച്ചവനാണ്. ആമന അതാണ് നിർഭയത്വം നൽകിയതാണ്, അന്ന് നൽകി എന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്തുണ്ടാകണം? നിർഭയത്വം ഉണ്ടാവണം. പടച്ചോൻ ഉണ്ട് എന്ന ബോധ്യമാണ് ഇത് പ്രഖ്യാപിക്കാൻ, ഞാൻ മുഅ്മിനാണ് എന്ന് പറയാൻ എന്നെ പ്രേരിപ്പിച്ചതെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്തുണ്ടാവും? അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും പേടിക്കാത്ത ഒരവസ്ഥയുണ്ടാവും, നിർഭയത്വം ഉണ്ടാകും. നമ്മളുടെ ജീവിതത്തിൽ അതുണ്ടോ നോക്കിയാൽ തിരിച്ചറിയാൻ കഴിയും. നമ്മളുടെ ഈമാൻ പ്രഖ്യാപനം ഏതിലും മനസ്സറിഞ്ഞിട്ടുള്ളതാണോ അതല്ല കേവലം നാവിന്റെ പ്രഖ്യാപനമാണോ എന്ന് തിരിച്ചറിയാൻ നമ്മളുടെ ജീവിതത്തിൽ നിർഭയത്വം ഉണ്ടോ നോക്കിയാൽ മതി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൽ വിശ്വസിച്ച് ജാലവിദ്യക്കാരായ ആളുകളോട് ഫിർഔൻ പിന്നീട് പറയുന്നുണ്ട്, ഖാല ആമൻതുല്ല ഖബ്ല അൻ ആദന ലക്കും ഇന്നഹു ലകബീറുക്കും അല്ലദീ അല്ലമക്കും സിഹ്ർ ഫലസൗഫ തഅലമൂൻ. എന്തായിരുന്നു ഫിർഔനെ അങ്ങനെ പ്രഖ്യാപിക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹം പറഞ്ഞതായിരുന്നു, ഞാൻ അനുവാദം തരുന്നതിന് മുന്നേ നിങ്ങൾ വിശ്വസിച്ചില്ലേ? അയാൾ നിങ്ങളുടെ കൂട്ടത്തിൽ വലിയ ജാലവിദ്യക്കാരനാണ്, നിങ്ങളെ കൂടെ ജാലവിദ്യ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്. പല ഒക്കത്തെ അല്ല ഐഡിയക്കും മനസ്സിലാവും. നിങ്ങളുടെ കൈകാലുകൾ ഞാൻ വിപരീത ദിശയിൽ ഛേദിച്ചു കളയും, എന്നിട്ട് കുരിശിന്റെ മുഖത്ത് തറയ്ക്കും. കുരിശിൽ തറയ്ക്കും ഞാൻ നിങ്ങളെ. ഇടത്തെ കാല് വെട്ടിയാൽ വലത്തെ കൈ വെട്ടും, ഇടത്തെ കൈ വെട്ടിയാൽ വലത്തെ കാല് വെട്ടും, എന്നിട്ട് വിപരീത ദിശയിൽ ഛേദിച്ചിട്ട് കുരിശിൽ തറയ്ക്കും. ഇത് പറഞ്ഞപ്പോൾ എന്തേ ആ ജാലവിദ്യക്കാരായ വിശ്വാസികളായ ജാലവിദ്യക്കാർ പറഞ്ഞത്? കാലു ലാഭയ, ഒരു ചുക്കില്ല, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, നീ വിധിച്ചോ, നീ യഥാർത്ഥത്തിൽ വിധികർത്താവല്ല, നിനക്ക് വിധിക്കാൻ കഴിയുന്നത് എവിടെയാ? ഇന്ന മതദുനിയ, നിനക്ക് വിധിക്കാൻ കഴിയുന്നത് ഈ ജീവിതത്തിൽ മാത്രമേ നിനക്ക് വിധിക്കാൻ കഴിയുള്ളൂ. എന്റെ ഫിർഔൻ പറഞ്ഞാൽ നടപ്പിലാക്കാൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ട് അവനങ്ങനെ പറഞ്ഞത്. ഫിർഔനൊക്കെ പറയും, വെട്ടുന്നൊക്കെ പറയും, വെട്ടാനൊന്നും കഴിയൂല എന്ന് വിചാരിച്ചിട്ടാണോ അത് പറഞ്ഞത്? അതല്ല, അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഫിർഔൻ ആരാന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പറഞ്ഞാൽ വെട്ടാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ ചുറ്റുമുണ്ട് എന്നുള്ളതും അറിയാം. പക്ഷേ ഈ പറയുന്ന ഫിർഔനേക്കാൾ അപ്പുറത്തുള്ള ഒരു ശക്തി, ഒരു പടച്ചവൻ ഉണ്ട് എന്ന ബോധം അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നപ്പം അവരുടെ ജീവിതത്തിൽ എന്തുണ്ടായി? നിർഭയത്വമുണ്ടായി, അമ്നുണ്ടായി. ഇതാണ് സത്യത്തിൽ എന്ത് പറയുന്നത്? ഈമാൻ എന്ന് പറയുന്നത്. ഈ ചരിത്രം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് ഇത് നടന്നിട്ടുള്ള ദിവസവും വെള്ളിയാഴ്ച ദിവസമായിരുന്നു എന്ന ചരിത്രം പറയുന്നത്. ഞാനിത് പറഞ്ഞത് അത്രയേറെ പ്രാധാന്യമുള്ള ദിനമാണ് വെള്ളിയാഴ്ച എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. 5 ദിനം നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിടത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നുണ്ട്. സാഅത്ത് ഉണ്ടാകുന്നത്, 5 ദിനം ഉണ്ടാകുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് എന്ന്. ഇത്രയേറെ പ്രാധാന്യങ്ങളുള്ള ഒരു ദിവസം എന്നുള്ള നിലക്ക് ഇസ്ലാം ഇതിന് ഒരു പ്രത്യേകതയും ഇതിന് കുറെ അവകാശങ്ങളും ഒക്കെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുവാൻ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് ഏറെ വിശദീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ലോകത്ത് മുസ്ലിങ്ങളെല്ലാം പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് ഖതീബിന്റെ ഉപദേശം ശ്രവിക്കുവാൻ ഒരുമിച്ച് കൂടുന്ന ദിനം എന്ന് പറയുന്നത് ഈദുൽ മുസ്ലിമീൻ, വിശ്വാസികളുടെ, മുസ്ലിമായ ആളുകളുടെ ആഘോഷം എന്ന് പറയുന്നത് ഈ ഒരു ദിവസമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തരുന്നത്. പക്ഷേ ഈ ഒരു ദിവസത്തിന് അതർഹിക്കുന്ന ഗൗരവം കൊടുക്കുവാൻ, അതിന്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുവാൻ പലപ്പോഴും വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന നമ്മൾക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, പള്ളിയിലേക്ക് നിങ്ങൾ നേരത്തെ എത്തണമെന്ന്.
അതിന്റെ ഒരുപാട് ശ്രേഷ്ഠതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു വെച്ചു. ആദ്യം എത്തുന്ന ആൾക്ക് ഒരു ഒട്ടകത്തെ, ഒരു നാക്കത്തിനെ പടച്ചവനിലേക്ക് ബലി നൽകിയ സമർപ്പിച്ചവന്റെ പുണ്യം ലഭിക്കുമെന്ന്. രണ്ടാമത് വരുന്നവന് ഒരു പശുവിനെ, പിന്നെ ഒരു ആടിനെ, കോഴിയെ, കോഴിമുട്ടയെ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിശദീകരിച്ചിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ ഇത്രയും കാലമായിട്ട് എത്ര തവണ ഒട്ടകത്തെ അർത്ഥ കൂലി കിട്ടി നമുക്ക്, പുണ്യം കിട്ടി നമുക്ക്? എന്റെ എത്താൻ കഴിയാത്തത് പലപ്പോഴും വീട്ടിൽ സ്വസ്ഥമായിരിക്കുന്ന, പ്രത്യേകിച്ച് ഏർപ്പാടൊന്നുമില്ലാത്ത അവസ്ഥയായിരുന്നിട്ട് പോലും പലപ്പോഴും വെള്ളിയാഴ്ച ഒന്നാമത് പള്ളിയിലേക്ക് എത്തണം എന്ന ഒരു വാശി പലപ്പോഴും നമ്മളുടെ മനസ്സുകളിലേക്ക് കടന്നു വരാതെ പോകുന്നത് എന്താ? പടച്ചോൻ തരാന്ന് പറഞ്ഞതല്ലേ പുണ്യം? പടച്ചോൻ തരാന്ന് പറഞ്ഞ പുണ്യത്തിലെന്തേ നമുക്ക് വിശ്വാസമില്ലാതെ പോകുന്നത്? ഇന്നലെ രാത്രി ഇശാ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ചെന്നപ്പം അവിടെ ഒന്നൊരു അനൗൺസ്മെന്റ്, പള്ളി കമ്മിറ്റിയുടെ വക, നാളെ ജുമാക്ക് ആദ്യം എത്തുന്ന ആൾക്ക് ഒരു 10,000 രൂപ നൽകുന്നതാണ് എന്നൊരു അനൗൺസ്മെന്റ്. പോവോ നമ്മള്? ഒന്നാമത് എത്താൻ ശ്രമിക്കുക. മിക്കവാറും അന്ന് ഇശാ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല, അവിടെ തന്നെ കൂടും. ഒരു 10,000 പ്രശ്നമാണ്. എന്റെ പള്ളി കമ്മിറ്റി തരുന്നു പറഞ്ഞപ്പോ അവിടെ കൂടി, പടച്ചോൻ തരുന്നു പറഞ്ഞപ്പം വരാൻ മനസ്സ് വരുന്നില്ല നമുക്ക്. എന്റെ പറഞ്ഞതിന്റെ അർത്ഥം പടച്ചവന്റെ വാക്കിൽ വിശ്വാസമില്ലാതല്ലേ? ഒരു പള്ളിക്കം, ഇവിടുത്തെ ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കിന്റെ വില പോലും അള്ളാഹുവിന്റെ വാഗ്ദത്തത്തിന് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നേരത്തെ എത്താൻ സാധിക്കേണ്ടതുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, പലപ്പോഴും നമ്മൾ എത്തിച്ചേരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ഇമാമ് മിമ്പർമലൊക്കെ കയറി സലാമൊക്കെ പറഞ്ഞ് പൊതുവൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ കയറി വരിക. നമ്മൾ പ്രവാചകൻ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിരുന്നു, രാവിലെ മുതൽ പള്ളിയുടെ വാതിൽക്കൽ അല്ലാഹുവിന്റെ മാലാഖമാരുണ്ടാകും എന്ന്. വരുന്ന ആളുകളെ ഓരോരുത്തരായിട്ട് വരുന്ന ആളുകളെ ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇമാമ് മിമ്പറിന്റെ മുകളിൽ കയറിയാൽ ഇവര് അവരുടെ രേഖ മടക്കി വെച്ചിട്ട്, രജിസ്റ്റർ മടക്കി വെച്ചിട്ട് ഇമാമിന്റെ സംസാരം കേൾക്കാൻ വേണ്ടി ഇരിക്കും എന്നു. പലപ്പോഴും നമ്മളുടെ ഹാജറും മലക്കുകൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇമാം മിമ്പറും കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും പള്ളിയിലേക്ക് എത്തുന്നത്. നഷ്ടപ്പെടുകയാണ് നമുക്ക് പലപ്പോഴും. സാധാരണ നാട്ടിലൊക്കെ ചില പള്ളികളിൽ ജുമാക്ക് മുമ്പേ ബാങ്ക് വിളിക്കുന്ന ആള് പ്രഖ്യാപിക്കാറുള്ള ഒരു ഹദീസിന്റെ ഒരു ഭാഗമുണ്ട്. ഇമാമ് മിമ്പറിലേക്ക് കയറിക്കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ പള്ളിയിലേക്ക് എത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇമാമ് മിമ്പറിലേക്ക് കയറിയാൽ മലക്കുകൾ അവരുടെ രേഖ അടച്ചു വെക്കുമെന്നും നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ്. അത് ശ്രദ്ധിച്ചു കേൾക്കണമെന്നും അവിടെ അനാവശ്യമായ സംസാരങ്ങൾ ഉണ്ടാകരുത് എന്നും ഒക്കെ. പക്ഷേ അത് കേൾക്കാൻ പോലും നമ്മൾ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. നേരത്തെ ഒന്ന് പള്ളിയിലേക്ക് വരാൻ, വെള്ളിയാഴ്ച ദിവസം ഒന്നാമതായിട്ടൊന്ന് പള്ളിയിലേക്ക് എത്താൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ ഒരുപാട് സുന്നത്തുകളും ഇതുമായിട്ട് ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഇന്ന് കുളിച്ചില്ല, നമ്മളൊക്കെ കുളിച്ചു. പക്ഷെ എത്ര പേര് വെള്ളിയാഴ്ച കുളിക്കുന്നത് സുന്നത്താണല്ലോ, റസൂലിന്റെ ഒരു ചര്യയാണല്ലോ, ആ നിലയ്ക്ക് ഞാൻ ഇന്ന് കുളിക്കട്ടെ എന്ന് വിചാരിച്ച് കുളിച്ചിട്ടുണ്ട്. ആ ഒരു ഉദ്ദേശത്തോടു കൂടെ ഉണ്ടാവില്ല, ആ നിയ്യത്ത് വെച്ചിട്ടുണ്ടാവില്ല. പലപ്പോഴും നിയ്യത്ത് വെച്ചിരുന്ന് എന്ത് കിട്ടായിരുന്നു? ഒരു സുന്നത്തിന്റെ പുണ്യം നമുക്ക് കിട്ടായിരുന്നു. എന്തിനാ വെറുതെ കളഞ്ഞത്? എന്തായാലും കുളിച്ചതല്ലേ. എന്നാൽ അത് ഒരു പുണ്യകർമ്മമായിട്ട് രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥ ഒരുപാടുണ്ട്. നമ്മൾ അങ്ങനെ നഷ്ടപ്പെടുത്തുന്നത് ഒരുപാടുണ്ട് നഷ്ടപ്പെടുത്തുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ചെരുപ്പ് ധരിച്ചിട്ടാകും. റസൂലിന്റെ ഒരു ശരീരം ഉണ്ടാവണം. എന്താ അറിയാമോ? ആദ്യം വലത് കാലിൽ ധരിച്ചാൽ എന്തായാലും ചെരുപ്പിടല്ലോ, ചെരുപ്പിടും. എന്നാ പിന്നെ അത് വലത് കാലിട്ടാല് റസൂലിന്റെ ഒരു ശരീരമാണിത് എന്നുള്ള നിലക്ക് എന്റെ ഹബീബായ, ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട റസൂലിന്റെ ഒരു ചര്യ ഞാൻ സ്വീകരിക്കട്ടെ എന്ന ഒരു ചിന്ത. അതാണല്ലോ പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു സത്യത്തിൽ.
നമ്മൾ പലരെയും അനുകരിക്കാറുണ്ട്. എൻ്റെ മുടിയുടെ സ്റ്റൈൽ ഇങ്ങനെയായിരിക്കണം, എൻ്റെ വേഷവിധാനം എങ്ങനെയായിരിക്കണം, എൻ്റെ നടത്തം എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ പലരും തീരുമാനിക്കലുണ്ട്. അതെന്താ? പലരോടുള്ള ആരാധനയാണ്, പലരോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ് പലരെയും അനുകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. റസൂലിനോടുള്ള മഹബത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം, ആ റസൂലിന്റെ ജീവിതത്തെ ഒന്ന് അനുകരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അത് പുണ്യകർമ്മമായി മാറുകയാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ റസൂലിന്റെ ഒരു ചര്യയാണല്ലോ എന്നുള്ള നിനക്ക് വലത് കാലത്ത് ചെരുപ്പ് ധരിച്ചാൽ എന്തായാലും ചെരുപ്പ് എന്നാൽ അതൊരു പുണ്യമാക്കി മാറ്റിക്കൂടെ? നഷ്ടപ്പെടുകയാണ് പരലോകത്ത് പോയാൽ. അവൻ യഅ്മൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു അണുത്തൂക്കം നന്മ ചെയ്താൽ കാണും. അത് പരലോകത്ത് നമ്മൾ കാണും, അതിന്റെ ഫലം അനുഭവിക്കാൻ കഴിയും. എന്തിനാ വെറുതെ നഷ്ടപ്പെടുത്തുന്നത്? ഇങ്ങനെ ഒരു പാട് പുണ്യങ്ങൾ ദിവസവും നമ്മൾ ഒരു പാട് പുണ്യങ്ങൾ. വസ്ത്രം ധരിച്ചല്ലോ, ആദ്യം വലത് ഭാഗം കൊണ്ട് തുടങ്ങിയവർ എത്ര പേരുണ്ടെന്ന് ആലോചിച്ചു. റസൂലിന്റെ ഒരു ചര്യ എന്ന ബോധത്തോടുകൂടെ, ഒരു സുന്നത്താണ് ഞാൻ എടുക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടെ, ചിലപ്പോൾ യാന്ത്രികമായിട്ട് അങ്ങനെ എടുത്തു പോയിട്ടുണ്ടാവും, അതിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ഇതൊരു സുന്നത്താണല്ലോ എന്നുള്ള ധാരണയിൽ വലത് ഭാഗം കൊണ്ട് തുടങ്ങിയത് എത്ര പേരുണ്ട്? ഉണ്ടാവില്ല. വെറുതെ നഷ്ടപ്പെടുത്തുകയാണ്, വെറുതെ നഷ്ടപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഒന്നും വേണ്ട. ഇന്ന് പള്ളിയിലേക്ക് കയറിയപ്പം വലത് കാലെടുത്ത് വെച്ച് കയറിയത് എത്ര പേരുണ്ട്? ഒരു സുന്നത്ത് എന്നുള്ളത് ഇതൊക്കെ എന്തിനുള്ളതാ? ഇങ്ങനെ പഠിച്ചു പോകേണ്ടതാ? നമുക്ക് ലഭിക്കാവുന്ന ഒരുപാട് പുണ്യങ്ങൾ നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്താണ്. അതിനൊന്നാണ് പറഞ്ഞിട്ടുള്ള വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത്. കുളിക്കുക, നേരത്തെ എത്തുക എന്നുള്ളത്. പിന്നൊന്നാ സുഗന്ധം പുരട്ടുക എന്നുള്ളത്. സുഗന്ധം പുരട്ടുക വെള്ളിയാഴ്ച ദിവസം. ഒരു മനുഷ്യൻ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കേണ്ടത് എവിടെയാണ്? നമ്മളൊക്കെ സാധാരണ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാറുള്ളത് എവിടെയാണ്? നമ്മുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും, കല്യാണത്തിന് പോകുമ്പോഴും, സൽക്കാരത്തിന് പോകുമ്പോഴും, പിന്നെ അതേപോലെയുള്ള വിനോദയാത്രകൾക്ക് പോകുമ്പോഴും ഒക്കെയാണ് ഏറ്റവും നല്ല, ഏറ്റവും മുൻചായിട്ട് നടക്കുക. പക്ഷെ ഇസ്ലാം പഠിപ്പിച്ചിരുന്നെന്താ? പൊതു സീനത്തെക്കും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരം സ്വീകരിക്കണം എല്ലാ പള്ളിയുടെ മുന്നിലും. വീട്ടിൽ നിന്ന് നമ്മൾ പിന്നെ കാഷ്വലായിട്ടിരുന്ന ഡ്രസ്സാണ്, അതല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിനും കുളിക്കാനൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ് പലപ്പോഴും നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന പടച്ച തമ്പുരാനുമായിട്ട് സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എത്രത്തോളം പടച്ചവനെ ബഹുമാനുണ്ട് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതല്ല അത് മനസ്സിലാക്കി തരുന്നത്. ഞാൻ എത്ര പടച്ചവനെ ഗൗനിക്കുന്നുണ്ട്, എത്രമാത്രം ഗൗരവം പടച്ചവന് കൊടുക്കുന്നുണ്ട് നല്ലത് തെളിയിച്ചിരുന്നത്. അതെ, അള്ളാന്റെ മുന്നിലേക്കാണ് ഞാൻ പോകുന്നത്. ഇവിടെ നമ്മളേറെ ബഹുമാനിക്കുന്ന, നമ്മളേറെ ആദരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന്റെ, എന്റെ ബോസിന്റെ, ഒരു മന്ത്രിയുടെ മുന്നിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോ അങ്ങനെ ഒരു കടിത്തുണി കൊടുത്തിട്ട്, അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ നിന്നിടുന്ന ഒരു ട്രാക്ക് സൂട്ട് ഇട്ടിട്ട് ഇങ്ങനെ കയറി ചെല്ലും. നമ്മൾ കയറി ചെല്ലില്ല. എന്റെ പടച്ചവന്റെ മുന്നിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു അലങ്കാരം സ്വീകരിക്കുവാനും വൃത്തിയോടുകൂടെ, വെടിപ്പോടുകൂടെ പോകണമെന്ന് തീരുമാനിക്കാനും നമുക്ക് കഴിയാൻ പോകുന്നത് പടച്ചവനെ നമുക്ക് അത്രേ വരേണ്ടത്. പടച്ചോനെ നമുക്ക് അത്രേ വരണ്ടു എന്നതിന്റെ അർത്ഥം ആരുടെ മുന്നിലേക്കാ പോകുന്നത്, ആരോടാ സംസാരിക്കുന്നതിന് ബോധം ഉണ്ടാവില്ല. നേരത്തെ വരികയാണ്. പള്ളിയിലിരുന്നിട്ട് പിന്നെ ഒരു നമസ്കാരത്തിന്റെയും ബാങ്കിന്റെയും ഇടയ്ക്കുള്ള ഒരു സമയത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമസ്കാരത്തെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയം, ആ സമയത്തിന്റെ പ്രത്യേകത പടച്ചോൻ അവന് ചോദിക്കുന്നതൊക്കെ കൊടുക്കുന്ന ഒരു സമയമാണ്. അള്ളാഹു അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു സമയം. അതേപോലുള്ള സമയമാണ് വെള്ളിയാഴ്ച പള്ളിയുടെ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാം, ഏറെ പുണ്യകരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തെ ഒരു സമയത്തെ പ്രാർത്ഥനയെക്കുറിച്ച് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അതൊരിക്കലും തട്ടിക്കളയാത്ത പ്രാർത്ഥനയാണ് പടച്ചോൻ എന്നുള്ളതാണ്. ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളല്ലേ എന്ന് വിചാരിച്ചിട്ട് വെറുതെ നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ലതൊന്നും ഗൗരവത്തോടു കൂടെ കാണുവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പടച്ച തമ്പുരാൻ വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് സംസാരിച്ചിടത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് വിശദീകരിച്ചിരുന്ന കാര്യമില്ല. ഈ എന്നതിനാവും വിശ്വാസികളായ ആളുകളെ വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക്, സ്മരണയിലേക്ക്, പടച്ചവനെ കുറിച്ചുള്ള ഉത്ബോധനത്തിലേക്ക്, ദിക്റിലേക്ക് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ദിക്റിന് പിന്നെ മുഫസ്സിറുകൾ എടുത്തു നോക്കിയാൽ കൊടുത്തിട്ടുള്ള അർത്ഥം നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കുക. മൗഇദ എന്ന ഉപദേശം എന്നാണ്. ഒരു
ഉപദേശമായി മാറണം, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായി മാറണം, നമുക്ക് മനസ്സിലാവുന്നതാവണം. അപ്പോഴാണ് അത് സത്യത്തിൽ എന്തായി മാറാൻ പരിശുദ്ധ ഉദ്ദേശിച്ചിട്ടുള്ള ദിക്റായി തീരുന്നത് എന്നുള്ള ആ ദിക്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ധൃതിപ്പെട്ട് ചെല്ലണം. പിന്നെ കാത്തിരിക്കരുതാണ്, ധൃതിപ്പെട്ട് ചെല്ലണം, പെട്ടെന്ന് ചെല്ലണം എന്നാണ് പരിശുദ്ധ പറയുന്നത്. ഉറപ്പിക്കും. നിങ്ങൾ നിങ്ങളുടെ കച്ചവടം ഒഴിവാക്കുക. അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി തോന്നിയിട്ടുള്ളത്. ദുനിയാവിന്റെ മറ്റ് വിഷയങ്ങളൊക്കെ ഏർപ്പാടുകളൊക്കെ മാറ്റിവെച്ചിട്ട് ആ ഒരു ദിവസം നേരത്തെ പള്ളിയിലേക്ക് പോകാൻ നിങ്ങൾ തയ്യാറാവുക. പലപ്പോഴും ആ സമയത്തും ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട ഏർപ്പാടുകളിലും കച്ചവടങ്ങളിലും ലാഭം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലും ഒക്കെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏർപ്പെട്ട് നിൽക്കുന്നത് എങ്കിൽ പടച്ചമ്പുരാന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കലാണത്. അള്ളാഹുവിനോടുള്ള നന്ദികേടാണ്. ഇതെല്ലാം തരുന്ന പടച്ചവൻ ഒരു ദിവസം നിങ്ങൾ കുറച്ചു നേരം അതൊന്ന് മാറ്റി വെക്കുന്നുവെങ്കിൽ പള്ളിയിലേക്ക് വരികയെന്ന് പറഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് പള്ളിയിലേക്ക് വരാൻ കഴിയുന്നില്ല എങ്കിൽ പടച്ചവൻ വരാൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കലാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആ ഭാഗം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനിപ്പിക്കുമ്പം നിങ്ങൾ വല്ല കച്ചവടം വേണ്ടാൽ ഇറങ്ങിയ സാഹചര്യം ഹദീസുകൾ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. വല്ല കച്ചവടം വേണ്ടാൽ അതിന്റെ പിന്നാലെ പോവുക, നിന്നെ അവിടെ നിർത്തിക്കൊണ്ട് അതിന്റെ പിന്നാലെ പോവുക. പ്രവാചകനെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഈ ഏർപ്പെട്ടിരിക്കുന്ന കച്ചവടത്തെക്കാൾ, നിങ്ങൾ ഈ ഏർപ്പെട്ടിരിക്കുന്ന ഏർപ്പാടുകളെക്കാളും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പടച്ചവന്റെ അടുത്തുള്ളതാകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപജീവനം തരാൻ കഴിയുന്നവരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളത് ആരാണ്? പടച്ചവനാണ്. പടച്ചവനെ കഴിയുന്നത്, പടച്ചവനാണ്. നിങ്ങൾക്ക് റിസ്ക് തരാൻ കഴിവുള്ളവൻ, റിസ്ക് തരുന്നവൻ ഏറ്റവും ഉത്തമനായിട്ടുള്ളതും പടച്ചവനാണ്. അതുകൊണ്ട് പടച്ചവൻ ഒരു കൽപ്പന ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നത്. ഒരിക്കലും എന്നും ദുനിയാവിന്റെ സകലമായ സുഖങ്ങളും മാറ്റിവെച്ചിട്ട് പള്ളിയിൽ തന്നെ ചടഞ്ഞു കൊള്ളുന്നു ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ. ദുനിയാവിന്റെ ഒരു സുഖങ്ങളും നേടിയെടുക്കേണ്ട, നിങ്ങൾ അതിനുവേണ്ടി പണിയെടുക്കേണ്ട, ഒന്നും സമ്പാദിക്കരുത് എന്നൊന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നോക്കൂ, ജുമുഅ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നത് എന്താ? നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചോടെ എന്നിട്ട് പടച്ചന്റെ ഫضل എന്താ ഫضل തന്നെ? പരിശുദ്ധ ഖുർആൻ ഫضل എന്ന പദപ്രയോഗം നടത്തിയിട്ടുള്ളത് ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതാണ് അല്ലേ? ഹാദാ മിൻ ഫضل റബ്ബി, നമ്മൾ വാഹനത്തിനും വീടിലൊക്കെ എഴുതി വെക്കാറുണ്ട് സാധാരണ. ഹാദാ മിൻ ഫضل റബ്ബി, ഇത് പടച്ചോന്റെ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളാണ് ഫضل എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത്. ഹജ്ജിനെ കുറിച്ച് സംസാരിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹജ്ജിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫضل നേടാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദുനിയാവിന്റെ സുഖങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഫضل നേടാം. ജുമാ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫضل നേടാം എന്നുള്ളത്, അള്ളാഹുവിന്റെ ഫضل നേടാം, അതിനു വേണ്ടി പോകാന്നാണ്, അതിലേർപ്പെടാവുന്നതാണ്. പലപ്പോഴും ഇത് നമ്മൾ തെറ്റായി മനസ്സിലാക്കിയിട്ടില്ല. വീട്ടിലൊക്കെ ഇങ്ങനെ വീട്ടിലും വാഹനത്തിലും ഒക്കെ ആദാമിൻ ഫضل റബ്ബീന്ന് എഴുതി വെക്കാനല്ലാതെ അതിൻ്റെ ഒരു ബാക്കി കിട്ടും. അത് പലപ്പോഴും നമ്മൾ മറന്നുവരാം. അത് എവിടെ എഴുതി വെക്കില്ല, അത് നമുക്ക് അറിയില്ല. ആർക്കെങ്കിലും അറിയാമോ ആദാമിൻ ഫضل? ഒരായത്തിന്റെ കാര്യം അതിൻ്റെ ബാക്കി ഉണ്ടെന്ന് അറിയാമോ? അയ്യുക്കും അഹ്സനു അമല. ഇത് പടച്ചവന്റെ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് പടച്ചവൻ തന്നിട്ടുള്ള അനുഗ്രഹം എന്തിനാണ്? ഈ എവലുവക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാ. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നന്മ ചെയ്യുക? അത് ആരും കണ്ടിട്ടില്ല, അത് ആരും എഴുതി വെക്കാറില്ല. അതാ പ്രശ്നം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പള്ളിയിലേക്ക് കയറുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് പടച്ചവനെ നിന്റെ, അത് നമ്മുടെ ആത്മീയമായ കാര്യവും പരലോകത്തുള്ള റഹ്മത്തും ഒക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പള്ളിയിലേക്ക് കയറുമ്പോൾ എൻ്റെ ചിന്ത അതാണ്. ഒരു ആത്മീയമായ ലോകത്തേക്ക് പോകാനും പടച്ചവന്റെ മുന്നിൽ ഇരുന്ന് പടച്ചവനോട് അത്തരം കാര്യങ്ങൾ ചോദിക്കുവാനും ഖുശൂവോടുകൂടെ പള്ളിയിലിരിക്കാനും നമസ്കരിക്കാനും ഒക്കെ സാധിക്കേണ്ടതുണ്ട്. അവിടെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ചോദിക്കുന്നില്ല, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫضലിക, പടച്ചവനെ നിന്റെ ഫضലിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫضൽ എന്താ? അതിനുവേണ്ടി നമ്മൾ ഇറങ്ങുന്നത്, പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത് ഇടത്തേക്കാലത്ത് വെച്ചിട്ട് ഫضലിനെ ചോദിച്ച് ഇത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും മര്യാദയ്ക്ക് പറഞ്ഞാൽ ഇറങ്ങുമ്പോഴെങ്കിലും നാട്ടുകാർ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചോണ്ടിരുന്നു. ഇവിടെ കിട്ടണമെന്നുള്ള പൂജ കൊണ്ട് ഇറങ്ങുമ്പോഴെങ്കിലും ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോണ്ടിരുന്നു. ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇസ്ലാം അതിനെ ചെയ്യുന്നില്ല. ദുനിയാവിൽ സമ്പാദിക്കാൻ എന്നുള്ളതൊന്നും
നടക്കുന്ന കാര്യമൊന്നും ഉണ്ടാക്കരുതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അല്പസമയം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ പറയുമ്പോൾ അതിനുകൂടെ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ പടച്ചവരാനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടാണ് എന്ന കൃത്യമായ ബോധം നൽകുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു വെള്ളിയാഴ്ച ദിവസത്തിന്റെ എല്ലാ ഹക്കുകളും അതിന്റെ എല്ലാ അവകാശങ്ങളും അതിന് വകവെച്ച് കൊടുക്കുന്ന കൃത്യമായ വിശ്വാസികളുടെ കൂട്ടത്തിൽ പടച്ചവനെ ബോധ്യപ്പെട്ടുകൊണ്ട് പടച്ചവന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന നിർഭയത്വമുള്ള യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ നമ്മെ ഏവരെയും വീട്ടിലേക്ക് മാറാവുന്നത്. നിങ്ങളിൽ നോക്കപ്പെട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക് പുറത്ത് മാപ്പാക്കാനാവും വരാൻ. ഈ പച്ചവനെ നിങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ശിക്ഷ നൽകി അനുഗ്രഹിക്കണമെന്നും വരാൻ. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള നിങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ അവർക്കെല്ലാവർക്കും അവസരത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും അവരെയും നിങ്ങളെയും ഇതിന്റെ ജന്നാത്തിൽ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങളുടെ ഒരുപാട് സഹോദരങ്ങൾ അവർക്ക് അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുന്നവരെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ അവർക്ക് അവരുടെ മാനസികവും പിന്നെ ശാരീരികവുമായ എല്ലാ പ്രയാസങ്ങളും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുന്നവരെ നിങ്ങളുടെ കുടുംബത്തിനും എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും അനുഗ്രഹവും നീ പ്രദാനം ചെയ്യുന്നവരെ പഠിച്ചവനെ നിനക്ക് ഇഷ്ടപ്പെട്ട നിന്നെ സ്നേഹിക്കുന്ന നിന്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ അടിമകളായി ജീവിക്കാൻ നിങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പറയാനാണ്. المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين. اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.